ഹായ് ഓൾ, വെൽക്കം ടു ടോക്ക് ആൻഡ് ടെക്. റിയൽമി 6 എന്ന മോഡലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. റിയൽമി 6 എന്ന മോഡലിൽ തൊട്ട് താഴെയായിട്ട് വിലയിട്ടിരിക്കുന്ന ഈ ഒരു ഫോണിന് 13,000 മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഏകദേശം 10-12 ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണും. റെഡ്മി നോട്ട് 9, പോക്കോ M2 Pro എന്നീ ഫോണുകളോടാണ് ഈ ഒരു ഫോണ് നേരിട്ട് മത്സരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോണിന് വേറിട്ട് നിർത്തുന്നത് 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന നല്ലൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ നവാസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോക്ക് ആൻഡ് ടെക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ റിയൽമിയിൽ സ്ഥിരം കാണുന്ന യെല്ലോ കളറിലുള്ള യൂഷ്വൽ പാക്കേജിങ് തന്നെയാണ് 6i ബ്രാൻഡിങ് ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെക്സ് ഹൈലൈറ്റ്സ് ആണ് പുറകിൽ. അതിൽ എടുത്ത് പറയേണ്ടത് 90 Hz വരുന്ന ഡിസ്പ്ലേ, ഹെലിയോ G90T പ്രോസസ്സർ, അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന പ്രോസസ്സറാണ്. 48 മെഗാ പിക്സൽ വരുന്ന കോഡ് ക്യാമറ സെറ്റപ്പ്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ. റെഡ്മി ഫോണുകളിൽ കൂടുതൽ ആഡ് ഇട്ട് തുടങ്ങിയപ്പോൾ ആളുകൾ റിയൽമി ഫോണുകളെ ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ളത് സത്യമാണ്. ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണുന്ന ഈ ഒരു കുഞ്ഞു ബോക്സിൽ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ആസ് യൂഷ്വൽ ഫ്ലെക്സിബിൾ ബാക്ക് കവർ, അത്ര നല്ല ക്വാളിറ്റി അല്ല. യൂസർ മാനുവൽ, സിം ഇജക്റ്റ് ടൂള്. ഇനിയുള്ളത് ഫോണാണ്. കവറൊക്കെ ഒന്ന് ഊരി കളഞ്ഞതിന് ശേഷം നമ്മൾ നോക്കാം. വൈറ്റ് കളർ വേരിയൻ്റ് ആയിരുന്നു നമ്മൾ എടുത്തത്. ബ്ലാക്ക് കളറിലും വരുന്നുണ്ട് ഈ ഒരു ഫോണ്. സ്റ്റിക്കറൊക്കെ ചേഞ്ച് മാറ്റാം. യൂഷ്വലി കാണുന്ന ഒരു റിയൽമി ഡിസൈൻ പാറ്റേൺ ആണ് വെർട്ടിക്കൽ ക്യാമറയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത്തിരി കൂടെ പ്രീമിയം ഡിസൈൻ വേണം എന്നുള്ളവർക്ക് റിയൽമി 6 Pro എന്ന മോഡൽ നോക്കാം. ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് ബോക്സിൽ മറ്റെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എമണ്ടൻ ചാർജറാണ്. സത്യം പറഞ്ഞാൽ അത്ര എമണ്ടൻ അല്ല കേട്ടോ. 20 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിനടുത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോൺ 30 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യും. ടൈപ്പ് സി കേബിള്. ഇനി എന്തായാലും നമുക്ക് ഫോണിലേക്ക് കൂടുതലായിട്ട് വരാം. ലൈറ്റ് റേസ് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് പുറകിലായിട്ട്. കോമറ്റ് ഡിസൈൻ എന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്. നമ്മൾ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും. ഈ ഒരു വെയിറ്റിനുള്ള അല്ലെങ്കിൽ ഈ ഒരു സൈസിനുള്ള ഒരു വെയിറ്റ് ഇല്ല എന്ന് തോന്നും. മറ്റൊന്നും കൊണ്ടല്ല, പുറകിലുള്ള ഈ ഒരു പാനൽ പ്ലാസ്റ്റിക്കാണ്. ഫോൺ ആദ്യം ഞാൻ കയ്യിലെടുത്തപ്പോൾ എനിക്കും തോന്നി ഇതൊരു ഗ്ലാസ് ഡിസൈൻ ആണെന്നുള്ളത്. പുറകിലായിട്ട് വേർട്ടിക്കലി അറേഞ്ച് ചെയ്ത 4 ക്യാമറകൾ, തൊട്ടടുത്തായിട്ട് ഫ്ലാഷ്, താഴെയായിട്ട് ചെരിച്ച് എഴുതിയിട്ടുള്ള സിഗ്നേച്ചർ റിയൽമി ബ്രാൻഡിങ്. ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടൺസും സിം ട്രേയുമാണ്. 3 കാർഡ് ഇടാൻ സാധിക്കുന്ന സ്ലോട്ടാണ്. മെമ്മറി കാർഡ് കൂടെ 2 സിമ്മിൻ്റെ കൂടെ നമുക്ക് ഇടാൻ സാധിക്കും. ഫോണിന് ചുറ്റും സിൽവർ കളറുള്ള ഒരു ഫ്രെയിമാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ കം ഫിംഗർ പ്രിൻറ്റ് സെൻസർ. മുകളിൽ കാലിയാക്കിയിട്ടിരിക്കുകയാണ്. താഴെ വരുന്നത് ഇയർഫോൺ സോക്കറ്റ്, മൈക്ക്, ചാർജിങ് പോർട്ട്, ബോട്ടം ഫയറിംഗ്, സ്പീക്കേഴ്സ്. സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചാണ് കേട്ടോ ഈ ഒരു ഫോൺ വരുന്നത്. ഡിസ്പ്ലേയെക്കുറിച്ച് എന്തായാലും ഞാൻ ഫോൺ ഓണായതിനു ശേഷം പറയാം. ഫോൺ സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോണിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻസും കൂടെ നോക്കാം. MediaTek ഹെലിയോ G90T ആണ് പ്രോസസ്സർ വരുന്നത്. നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഗെയിമിംഗ് ചിപ്പ് സെറ്റാണ്. 4ഉം 6ഉം GB വേരിയൻസ് ഉണ്ട്. 64 GB മെമ്മറിയിൽ 256 വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. റിയൽമി യൂസർ ഇൻ്റർഫേസ് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 10. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് ആണ്. 90 Hz റീഫ്രഷ് റേറ്റ് വരുന്നത്. 2400x1080 ആണ് റെസൊല്യൂഷൻ. IPS LCD പാനലാണ്. ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്റ്റഡ് ആണ്. 4300 mAh വരുന്ന ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുണ്ട്. പക്ഷേ ഫോണിൻ്റെ കൂടെ ബോക്സിൽ വരുന്നത് 20 വാട്ടിൻ്റെ ചാർജർ മാത്രമാണ്. പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ 191 ഗ്രാംസ് മാത്രമാണ് വെയിറ്റ് വരുന്നുള്ളൂ. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 48-8-2-2 മെഗാ പിക്സൽസ് വരുന്ന
ക്വാഡ് ക്യാമറ പുറകിൽ, 16 മെഗാ പിക്സൽസിൻ്റെ സെൽഫി ഷൂട്ടർ ഫ്രണ്ടിലായിട്ട് സ്ക്രീനിൽ. വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ബ്ലാക്കും വൈറ്റും കളേഴ്സിലാണ് ഈ ഫോൺ വരുന്നത്. ഞാനിന്ന് പല പ്രാവശ്യം പറഞ്ഞതുപോലെ 90 ഹെർട്സ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രധാന അട്രാക്ഷൻ. നല്ല ബ്രൈറ്റാണ്, ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ HD സ്ട്രീമിംഗ് സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണുന്നവർക്ക് ടെൻഷൻ അടിക്കണം. റിയൽമി യൂസർ ഇൻ്റർഫേസ് വളരെ സ്മൂത്താണ് ആസ് യൂഷ്വൽ. ഒരുപാട് ജങ്ക് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ് എങ്കിലും എല്ലാം തന്നെ ഡയറക്റ്റ്ലി അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സിസ്റ്റമൈസ് ഡാർക്ക് മോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീഫ്രഷ് റേറ്റ് വേണമെങ്കിൽ 60 Hz ആക്കി കുറച്ചിട്ട് ബാറ്ററി ലൈഫ് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. റിയൽമിയുടെ തന്നെ ആപ്സ് വരെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. മാതൃകാപരം തന്നെ പറയാം. ബാക്കി കമ്പനികളും കൂടെ ഇത് ഫോളോ ചെയ്യാം. നമ്മൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ഫ്രീഡം തരാം. നമ്മൾ തീരുമാനിക്കാം നമുക്ക് ഏതൊക്കെ ആപ്സാണ് വേണ്ടത്. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ നല്ല ഫാസ്റ്റാണ്. കറക്റ്റ് ആംഗിൾ പിടിക്കുകയാണെങ്കിൽ ഫേസ് അൺലോക്കും തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് കിട്ടുന്ന രീതിയിൽ 4300 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ 1.8 അപ്പർച്ചർ വരുന്ന ഒരു മെയിൻ സെൻസർ, 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളിൽ 119 ഡിഗ്രി വരെ ഷൂട്ട് ചെയ്യാൻ കേപ്പബിളാണ്. 2.3 ആണ് എഫ് വാല്യൂ. 2 മെഗാ പിക്സലിൻ്റെ മോണോക്രോം സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും, f2.4 ആണ് അപ്പർച്ചർ വാല്യൂ. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ, f2.0 ആണ് വരുന്നത്. എന്തായാലും ക്യാമറ സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക എങ്ങനെയുണ്ട് ഈ ഒരു ക്യാമറ ക്വാളിറ്റി എന്നുള്ളത്. 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ഫോണാണ് പോക്കോ X2 എന്ന മോഡൽ. അതിൻ്റെ വീഡിയോ കാണാൻ ഞാൻ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് റിയൽമി 6i എന്ന ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. നല്ല ഗെയിമിംഗ് പെർഫോമൻസും 90 Hz ഡിസ്പ്ലേ, തരക്കേടില്ലാത്ത ഓവറോൾ ഫീച്ചേഴ്സ് വരുന്ന ഒരു ഫോൺ. 13,000 രൂപയുടെ വേരിയൻ്റ് എടുക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഫോൺ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.